ഹലോ ഫ്രണ്ട്സ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ക്ലാസ് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് മാക്സിമം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഹൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് റെക്കമെൻഡേഷൻ പോകും. അപ്പോൾ നിങ്ങളത് ചെയ്യുന്നൊരു വലിയൊരു സപ്പോർട്ടായിരിക്കും. ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ അത് എത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വനത്തെക്കുറിച്ചുള്ള ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ വനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഇന്ത്യയിലെ വനങ്ങൾ എന്ന് പറയുമ്പോൾ. ജോഗ്രഫിയുമായിട്ടൊക്കെ നമ്മൾ ഓൾറെഡി PSC ബന്ധപ്പെട്ട ജോഗ്രഫിയിലൊക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ഭാഗമായിട്ടും വരുന്നതും കേട്ടോ. കുറച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുള്ളതേ ഉള്ളൂ, പക്ഷേ കംപ്ലീറ്റ്ലി തിയറിയാണ്. നമുക്ക് സുഖമായിട്ട് പഠിച്ചങ്ങ് പോവാം. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ത്യയിലെ വനങ്ങൾ. ഹെഡിങ് ഇതാണ്, ഇന്ത്യയിലെ വനങ്ങൾ. നോക്കാം. ദേശീയ വന നയപ്രകാരം രാജ്യത്തിൻ്റെ മൊത്തം വിസ്തൃതിയുടെ 33% വനമായിരിക്കണമെന്ന് നിഷ്കർഷിക്കുന്നു കേട്ടോ. അപ്പം ഇന്ത്യയിലെ വനങ്ങൾ എന്താണ്? ദേശീയ വന നയപ്രകാരം, നോട്ട് ചെയ്തോണേ, ദേശീയ വന നയപ്രകാരം രാജ്യത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 33% വനമായിരിക്കണമെന്ന് നിഷ്കർഷിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്താണ്? നമ്മുടെ ദേശീയ വന നയപ്രകാരം നമ്മുടെ രാജ്യമില്ല, നമ്മുടെ ഇന്ത്യയുടെ മൊത്തം ഭൂവിസ്തൃതിയുടെ മൊത്തം കരഭാഗത്തെ നമ്മുടെ ഇന്ത്യയുടെ മൊത്തം ഭാഗത്തിൻ്റെ 33% വനമായിരിക്കണമെന്ന് നിഷ്കർഷിച്ചിരിക്കുന്നു. നമുക്കറിയാം റിസർവ് ഫോറസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അവിടെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതൊക്കെ ഈ നിയമത്തിൻ്റെ അണ്ടർ വരുന്നതാണ്. നമുക്കറിയാം റിസർവ് ഫോറസ്റ്റിൽ പോയി നമുക്കൊരു വീടോ കാര്യങ്ങളോ ഒന്നും നടക്കാൻ പറ്റില്ല. സമരങ്ങളൊക്കെ നടക്കുന്ന നമ്മൾ ഓർത്തിട്ടുണ്ട് പട്ടയത്തിനൊക്കെ വേണ്ടി. അതെല്ലാം ഈ ഒരു നിയമത്തിൻ്റെ ഇതിലാണ് വരുന്നത്. കാരണം എന്താണ്? ദേശീയ വന നയപ്രകാരം രാജ്യത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ 33% വനമായിരിക്കണമെന്ന് ആ നിയമപ്രകാരം നിഷ്കർഷിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ക്ലിയർ ആണ്. 33% രാജ്യത്തിൻ്റെ വനം വേണമെന്നാണ് ഈ ദേശീയ വന നയപ്രകാരം പറയുന്നത്. ക്ലിയർ ആണ്? അത് ക്ലിയറായി. 33% നോട്ട് ചെയ്ത് വെച്ചോണേ. സ്റ്റേറ്റ്മെൻറ്റായിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത്, ഇന്ത്യയുടെ മൊത്തം കരഭാഗത്തിൻ്റെ 24.56% വനമാണ്. ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ ഇന്ത്യയുടെ മൊത്തം കരഭാഗത്തിൻ്റെ, നോട്ട് ചെയ്തോണേ, ഇന്ത്യയുടെ മൊത്തം കരഭാഗത്തിൻ്റെ 24.56% വനമാണ്. നോട്ട് ചെയ്തോണേ, ഇന്ത്യയുടെ മൊത്തം കരഭാഗത്തിൻ്റെ 24.56% വനമാണ് എന്നാണ് പറയുന്നത് കേട്ടോ ഇപ്പോൾ കറൻ്റ്ലി. അതുപോലെ തന്നെ ഇന്ത്യൻ വനശാസ്ത്രത്തിൻ്റെ പിതാവാരാണ്? ഡിട്രിച്ച് ബ്രാൻഡിഡ് ആണ് കേട്ടോ. ബ്രാൻഡിസ് ആണ്. ഇന്ത്യൻ വനശാസ്ത്രത്തിൻ്റെ പിതാവാരാണ്? ഡിട്രിച്ച് ബ്രാൻഡിസ് ആണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ, പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. നോട്ട് ചെയ്ത് ഇപ്പോഴേ പഠിച്ചു പോണേ. ഇന്ത്യൻ വനശാസ്ത്രത്തിൻ്റെ പിതാവാരാണ്? ഡിട്രിച്ച് ബ്രാൻഡിസ് ആണ്. ഡിട്രിച്ച് ബ്രാൻഡിസ് ആണ് ഇന്ത്യൻ വനശാസ്ത്രത്തിൻ്റെ പിതാവ് കേട്ടോ. ക്ലിയർ ആണ്? അതുപോലെ തന്നെ ഇനി നമുക്കറിയാവുന്ന കുറച്ച് ബേസിക് ഫാക്റ്റുകളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, മധ്യപ്രദേശ്. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. നമ്മൾ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട PSC ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള രണ്ടാമത്തെ സംസ്ഥാനോടൊന്ന് പഠിക്കണം, അരുണാചൽ പ്രദേശ് ആണ് കേട്ടോ. പഠിച്ചു നോക്കണേ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള രണ്ടാമത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം അരുണാചൽ പ്രദേശ്. ക്ലിയർ ആണ്? ഇനിയും ബേസിക് ഫാക്റ്റിൽ വരുന്നത് ഇന്ത്യയിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം കേട്ടോ. കുറവ് വനമുള്ള സംസ്ഥാനം ഏതാണ്? ഹരിയാന. ഇന്ത്യയിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഹരിയാന. അതുപോലെ തന്നെ കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം നമുക്കറിയാം, സുന്ദർബൻ കണ്ടൽക്കാടൊക്കെ ഉള്ളത് പശ്ചിമ ബംഗാളാണ്. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, വനം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. ഏറ്റവും കൂടുതൽ വനമുള്ള രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഏതാണ്? ഹരിയാന. അതുപോലെ തന്നെ കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. ക്ലിയർ ആണേ. നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം. ഇന്ത്യയിൽ ഫോറസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത്. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ആണ്. FSI എന്ന് പറയുന്നൊരു FSI ആണ് നമ്മുടെ ഇന്ത്യയിലെ ഫോറസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് കേട്ടോ. അത് FSIയുടെ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ്. എത്ര മരങ്ങളുണ്ട്, കാര്യം ഫോറസ്റ്റിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളെല്ലാം ആ റിപ്പോർട്ടിനകത്താണ് അടങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ആ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതാണ് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഫോറസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ആരാണ്? ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ, FSI ആണ്. അതിനെ വെച്ച് കണക്ട് ചെയ്ത് പഠിക്കാം. FSI അഥവാ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഫോറസ്റ്റ് റിപ്പോർട്ട് ആദ്യമായി തയ്യാറാക്കി തുടങ്ങിയ വർഷം എന്നാണ് 1987. അപ്പോൾ 1987 ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ആദ്യമായി റിപ്പോർട്ട് തയ്യാറാക്കിയ വർഷം കേട്ടോ. ഇപ്പോൾ റിപ്പോർട്ട് തയ്യാറാക്കി തുടങ്ങിയ വർഷം 1987 കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇന്ത്യയിൽ ഫോറസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ആരാണ്? ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ അഥവാ FSI എന്ന് പറയുന്നത്.
ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ അഥവാ FSI റിപ്പോർട്ട് ആദ്യമായി തയ്യാറാക്കി തുടങ്ങിയ വർഷം എന്നാണ്? 1987 കേട്ടോ, 1987 മറക്കരുതേ. ഇനി നമ്മൾ ഇത്രയും ബേസ് ഫാക്റ്റുകളാണ് പഠിച്ചത്. ഇന്ത്യൻ വനത്തെക്കുറിച്ചുള്ള ബേസ് ഫാക്റ്റുകൾ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് ജോഗ്രഫി പാർട്ടിൽ നിന്ന്. അതായത് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ വനങ്ങളെ 5ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ വനങ്ങളെ 5ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ അഥവാ ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ, അതിനെ ട്രോപ്പിക്കൽ എവർഗ്രീൻ ആൻഡ് സെമി എവർഗ്രീൻ ഫോറസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്, ഇംഗ്ലീഷിൽ പറയുന്നത്. അതായത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ അഥവാ ട്രോപ്പിക്കൽ എവർഗ്രീൻ ആൻഡ് സെമി എവർഗ്രീൻ ഫോറസ്റ്റ്. രണ്ടാമത്തെ ഏതാണ്? ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, ട്രോപ്പിക്കൽ ഡെസിഡുവോസ് ഫോറസ്റ്റ് എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ഏതാണ്? ഉഷ്ണമേഖല മുൾക്കാടുകൾ, ട്രോപ്പിക്കൽ ത്രോൺ ഫോറസ്റ്റ്. നാലാമത്തേത് പർവ്വത വനങ്ങൾ, മൗണ്ടൈൻ ഫോറസ്റ്റ്. അതുപോലെ തന്നെ അഞ്ചാമത്തെ ഏതാണ്? സമുദ്ര വനങ്ങൾ ഓർ ചതുപ്പ് വനങ്ങൾ അഥവാ കണ്ടൽക്കാടുകൾ, അതിനെ ലിറ്റോറൽ ആൻഡ് സ്വാമ്പ് ഫോറസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ സിലബസിൽ അത് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ വനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിലബസ് പ്രകാരം ഓരോ തരംതിരിച്ചിരിക്കുന്ന പ്രദേശങ്ങളുടെ പ്രത്യേകതകൾ എന്താണ്, എവിടേക്കാണ് അത് വരുന്നത്, കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചങ്ങ് പോകാം. ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്ന ഏതാണ്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, അഥവാ ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ ഓർ ട്രോപ്പിക്കൽ എവർഗ്രീൻ ആൻഡ് സെമി എവർഗ്രീൻ ഫോറസ്റ്റ്. അപ്പം എന്താണ് നമുക്കിത് നോക്കാം. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ ഓർ നമ്മൾ പറഞ്ഞില്ല, ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറൻ ചരിവിൽ. നോട്ട് ചെയ്തോണേ, പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറൻ ചരിവിൽ, കിഴക്കൻ ഹിമാലയൻ നിരകൾ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്കൊക്കെ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 3 ഓപ്ഷൻസും തരും. അപ്പോൾ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറൻ ചരിവിൽ, കിഴക്കൻ ഹിമാലയൻ നിരകളിൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് ഈ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നത്. ക്ലിയർ ആണ്? ഇപ്പോഴേ അങ്ങ് പഠിച്ചു പോകണം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിലോട്ട് വരേണ്ട കാര്യമില്ല. അതായത് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്ലാസ്സസ് ഇടുന്നുണ്ട്. അതുകൂടാതെ തന്നെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ക്ലിയർ ആവും. അപ്പോൾ മാക്സിമം നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഹൈപ്പ് ചെയ്യാൻ മറക്കല്ല. ഹൈപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു സപ്പോർട്ടും കിട്ടത്തുള്ളൂ. ബാക്കിയുള്ള കൂട്ടുകാർക്കുള്ള ആ ക്ലാസ്, നമ്മുടെ ഈ ക്ലാസ് റെക്കമെൻഡേഷനായി പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ ഓർ ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നത് എവിടേക്കാണ്? പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറൻ ചരിവിൽ, കിഴക്കൻ ഹിമാലയൻ നിരകളിൽ, അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലുമാണ് കാണപ്പെടുന്നത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. ഇനി ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിൽ ഇവ കാണുന്നു. അപ്പോൾ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ എവിടേക്കാണ് കാണുന്നത്? ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിൽ ഇവ കാണുന്നു, ഈ പ്രദേശം കാണുന്നു. അതുകൂടാതെ തന്നെ 200 സെൻറ്റിമീറ്റർ കൂടുതൽ വാർഷിക മഴയും 22 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനിലയും ഇവയ്ക്ക് ആവശ്യമാണ്. അപ്പം നമ്മുടെ ഈ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിൽ 200 സെൻറ്റിമീറ്റർ കൂടുതൽ വാർഷിക മഴയും അതുപോലെ തന്നെ 22 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനിലയും ഇവയ്ക്ക് ആവശ്യമാണ്, നമ്മുടെ ഈ വനത്തിന് ആവശ്യമാണ്. അതുപോലെ തന്നെ 60 മീറ്ററിന് മുകളിൽ ഇവിടുത്തെ മരങ്ങൾ വളരുന്നു കേട്ടോ. അപ്പോൾ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിലെ മരങ്ങൾ 60 മീറ്ററിന് മുകളിലാണ് വളരുന്നത് കേട്ടോ. 60 മീറ്ററിന് മുകളിലാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിലെ മരങ്ങൾ 60 മീറ്ററിന് മുകളിൽ വളരുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ കാണപ്പെടുന്ന ഇനി പ്രത്യേക ഇനം മരങ്ങളുണ്ട് അതൊന്നും നമുക്ക് പഠിച്ചു നോക്കണം. ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഇവിടെ കാണപ്പെടുന്ന പ്രത്യേക ഇനം മരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മഹാഗണി, അയണി, റോസ് വുഡ് കേട്ടോ. പഠിച്ചു നോക്കണേ. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന മരങ്ങൾ ഏതൊക്കെയാണ്? മഹാഗണി, അയണി, റോസ് വുഡ്. മഹാഗണി, അയണി, റോസ് വുഡ് കേട്ടോ. റോസ് വുഡ് ക്ലിയർ ആണ്. അതുപോലെ തന്നെ ഈ പ്രദേശത്തെ മഴ കുറഞ്ഞ ഭാഗത്ത് കാണപ്പെടുന്ന വനങ്ങളാണ് അർദ്ധ നിത്യഹരിത വനങ്ങൾ കേട്ടോ. അർദ്ധ നിത്യഹരിത വനങ്ങൾ. അപ്പം നമ്മുടെ ഈ പ്രദേശത്തെ മഴ കുറഞ്ഞ ഭാഗത്ത് കാണപ്പെടുന്ന വനങ്ങളാണ് അർദ്ധ നിത്യഹരിത വനങ്ങൾ കേട്ടോ. നമുക്ക് ഒന്നുകൂടി അങ്ങ് പഠിച്ചങ്ങ് പോവാം. അതായത് എന്താണ് നമ്മൾ പറഞ്ഞത്? സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ വനങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്. അതിന് ഫസ്റ്റ് നമ്മൾ പഠിച്ച ഏതാണ്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ അഥവാ ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ, ട്രോപ്പിക്കൽ എവർഗ്രീൻ ആൻഡ് സെമി എവർഗ്രീൻ ഫോറസ്റ്റ് ആണ് കേട്ടോ.
അപ്പം ഇത് കാണപ്പെടുന്ന എവിടെയൊക്കെയാണ്? പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറൻ ചരിവിൽ, കിഴക്കൻ ഹിമാലയൻ നിരകളിൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ പ്രത്യേകത എന്തൊക്കെയാണ്? ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിൽ ഇവ കാണപ്പെടുന്നു. അതുകൂടാതെ തന്നെ 200 സെൻറ്റിമീറ്ററിൽ കൂടുതൽ വാർഷിക മഴയും 22 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനിലയും ഇവയ്ക്ക് ആവശ്യമാണ്. പിന്നെ 60 മീറ്ററിന് മുകളിൽ ഇവിടുത്തെ മരങ്ങൾ വളരുന്നു. അതുപോലെ തന്നെ ഇവിടെ കാണപ്പെടുന്ന മരങ്ങൾ ഏതൊക്കെയാണ്? പ്രധാന ഇനം മരങ്ങൾ ഏതൊക്കെയാണ്? മഹാഗണി, അയണി, റോസ്വുഡ് കേട്ടോ. മഹാഗണി, അയണി, റോസ്വുഡ്. ഈ പ്രദേശത്തെ മഴ കുറഞ്ഞ ഭാഗത്ത് കാണപ്പെടുന്ന വനങ്ങളാണ് അർദ്ധനിത്യഹരിത വനങ്ങൾ. അർദ്ധനിത്യഹരിത വനങ്ങൾ. ക്ലിയർ ആണേ? ഇനി നമുക്ക് അടുത്തലോട്ട് പോവാം. അടുത്ത ഏതാണ്? ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ അഥവാ ട്രോപ്പിക്കൽ ഡെസിഡുവസ് ഫോറസ്റ്റ്. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ എന്താണെന്ന് നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണുന്ന വനങ്ങളാണ് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. അപ്പോൾ നാളെ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പോൾ ഏതാണ് ആൻസർ? ഏതാണ്? ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ അഥവാ ട്രോപ്പിക്കൽ ഡെസിഡുവസ് ഫോറസ്റ്റ് കേട്ടോ. ഇവ മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പം വേറൊരു പേരൂടെ കിട്ടിയേ. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ എന്ന് പറഞ്ഞ മറ്റൊരു പേരെന്താണ്? മൺസൂൺ വനങ്ങൾ കേട്ടോ. മൺസൂൺ വനങ്ങളെന്നും അറിയപ്പെടുന്നു. ക്ലിയർ ആണ്? അതുപോലെ തന്നെ 70 മുതൽ 200 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഇവ വ്യാപിച്ചിരിക്കുന്നത്. ഇത്ര മനസ്സിലാണ്? 70 മുതൽ 200 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ വ്യാപിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ജലലഭ്യതയുടെ അടിസ്ഥാനത്തിൽ ഇവയെ ആർദ്ര ഇലപൊഴിയും കാടുകളെന്നും വരണ്ട ഇലപൊഴിയും കാടുകളെന്നും തരംതിരിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയൊന്ന് പറഞ്ഞു പോവാം. എന്താണ്? ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണുന്ന വനങ്ങളാണ്. ഇവ മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്നു. 70 മുതൽ 200 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഇവ വ്യാപിച്ചിരിക്കുന്നു. അതുകൂടാതെ തന്നെ നോട്ട് ചെയ്തോണേ, ജലലഭ്യതയുടെ അടിസ്ഥാനത്തിൽ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ ആർദ്ര ഇലപൊഴിയും കാടുകളെന്നും വരണ്ട ഇലപൊഴിയും കാടുകളെന്നും തരംതിരിച്ചിരിക്കുന്നു. ഇനി നമുക്ക് എന്തൊക്കെയാണ് ആർദ്ര ഇലപൊഴിയും കാടുകളെന്ന് നോക്കാം. ആർദ്ര ഇലപൊഴിയും കാടുകൾ എന്ന് പറഞ്ഞാൽ 100 മുതൽ 200 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. അപ്പോൾ ആർദ്ര ഇലപൊഴിയും കാടുകൾ എന്താണ്? 100 മുതൽ 200 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. കൂടാതെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു. ഹിമാലയത്തിൻ്റെ മലഞ്ചരിവുകളിലും ഒഡീഷയിലും പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കൻ ചരിവുകളിലും ഇത്തരം വനങ്ങൾ കാണപ്പെടുന്നു. അപ്പോൾ എവിടേക്കാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണുന്നത്? വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു. അതുകൂടാതെ തന്നെ ഹിമാലയത്തിൻ്റെ മലഞ്ചരിവുകളിലും ഒഡീഷയിലും പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കൻ ചരിവുകളിലും ഇത്തരം ആർദ്ര ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നു. അതുപോലെ തന്നെ ആർദ്ര ഇലപൊഴിയും വനങ്ങളിലുള്ള മരങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം. തേക്ക്, സാൽമരം, ചന്ദനമരം തുടങ്ങിയ മരങ്ങൾ ഇവിടെ കാണപ്പെടുന്നു. അപ്പോൾ ആർദ്ര ഇലപൊഴിയും കാടുകളിലാണ് തേക്ക്, സാൽമരം, ചന്ദനമരം ഒക്കെ വ്യാപകമായിട്ട് കാണപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു വേണേ കാണപ്പെടുന്നത്. അപ്പം നമ്മൾ ജലലഭ്യതയുടെ അടിസ്ഥാനത്തിലാണ് ജലലഭ്യതയുടെ അടിസ്ഥാനത്തിലാണ് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ. രണ്ടാമത്തെ നോക്കാം വരണ്ട ഇലപൊഴിയും കാടുകൾ. വരണ്ട ഇലപൊഴിയും വനങ്ങൾ എന്താണെന്ന് നോക്കാം. 70 മുതൽ 100 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന മരങ്ങളാണിവ. ഇവ ഉപദ്വീപീയ ഇന്ത്യയിലും ബീഹാർ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും കാണപ്പെടുന്നു. ഉപദ്വീപീയ ഇന്ത്യയിലും ബീഹാർ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും കാണപ്പെടുന്നു. അപ്പോൾ 70 മുതൽ 100 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ ആർദ്ര ഇലപൊഴിയും 100 മുതൽ 200 സെൻറ്റിമീറ്റർ നമുക്കൊന്നുകൂടെ പഠിച്ചങ്ങ് പോവാം. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ അഥവാ ട്രോപ്പിക്കൽ ഡെസിഡുവോ ഫോറസ്റ്റ് എന്താണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങളാണ് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ഇവ മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്നു. 70 മുതൽ 200 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നു. ജലലഭ്യതയുടെ അടിസ്ഥാനത്തിൽ ഇവയെ രണ്ടായിട്ട് തരംതിരിക്കുന്നത് എന്തൊക്കെയാണ്? ആർദ്ര ഇലപൊഴിയും കാടുകൾ. അതിവിടെ എത്രയാണ്? ആർദ്ര ഇലപൊഴിയും കാടുകൾ ജലലഭ്യതയുടെ അടിസ്ഥാനത്തിലാണ്. അതിൽ ആർദ്ര ഇലപൊഴിയും കാടുകളിൽ 100 മുതൽ 200 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. അതെവിടേക്കാണ് കാണപ്പെടുന്നത്? വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു. അതുപോലെ തന്നെ ഹിമാലയത്തിൻ്റെ മലഞ്ചരിവുകളിലും ഒഡീഷയിലും പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കൻ ചരിവുകളിലും കാണപ്പെടുന്നു. ഇത്തരം മരങ്ങൾ കാണപ്പെടുന്നു. ആർദ്ര ഇലപൊഴിയും കാടുകളിലുള്ള മരങ്ങളാണ് തേക്ക്, സാൽമരം, ചന്ദനമരം കേട്ടോ. പിന്നെ വരണ്ട ഇലപൊഴിയും വനങ്ങൾ എന്താണ്? 70 മുതൽ 100 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നവയാണ് ഇവ ഉപദ്വീപീയ ഇന്ത്യയിലും ബീഹാർ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും കാണപ്പെടുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ഏതാണ്? ഉഷ്ണമേഖല മുൾക്കാടുകൾ, ട്രോപ്പിക്കൽ ത്രോൺ ഫോറസ്റ്റ്. ഉഷ്ണമേഖല മുൾക്കാടുകൾ എന്താണെന്ന് നോക്കാം.
50 സെൻറ്റിമീറ്ററിൽ താഴെ മഴ ലഭിക്കുന്ന പ്രദേശത്ത് വളരുന്നു കേട്ടോ. അപ്പോൾ ഉഷ്ണമേഖല മുൾക്കാടുകൾ അഥവാ ട്രോപ്പിക്കൽ ത്രോൺ ഫോറസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 50 സെൻറ്റിമീറ്ററിൽ താഴെ മഴ ലഭിക്കുന്ന പ്രദേശത്ത് വളരുന്ന കാടുകളാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ എന്ന് പറയുന്നത്. ഇവിടെ വ്യത്യസ്ത ഇനം പുല്ലുകളും കുറ്റിച്ചെടികളും കാണപ്പെടുന്നു. ഇവിടെ വ്യത്യസ്ത ഇനം പുല്ലുകളും അതുകൂടാതെ തന്നെ കുറ്റിച്ചെടികളും കാണപ്പെടുന്നു കേട്ടോ ഉഷ്ണമേഖല മുൾക്കാടുകളിൽ. അപ്പോൾ അത് എവിടേക്കാണ് വ്യാപിച്ചു കിടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഉഷ്ണമേഖല മുൾക്കാടുകൾ തെക്ക് പടിഞ്ഞാറൻ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്. കണക്ട് ചെയ്യാലോടെ എന്താണ് 50 സെൻറ്റിമീറ്റർ താഴെ മഴ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് മഴ ഒട്ടും കിട്ടാത്ത ഒരു പ്രദേശങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തെക്ക് പടിഞ്ഞാറൻ പഞ്ചാബ് നോട്ട് ചെയ്തതാണ്, മഴ കിട്ടാത്ത പ്രദേശങ്ങളാണ്. ഹരിയാന, രാജസ്ഥാൻ മരുഭൂമിയൊക്കെ ഇല്ലേ, ഗുജറാത്ത്, അതുപോലെ തന്നെ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് കണക്ട് ചെയ്താണ് എന്നീ സംസ്ഥാനങ്ങളിൽ ഇവ വ്യാപിച്ചിരിക്കുന്നു. ഇവ വർഷത്തിൽ ഭൂരിഭാഗം സമയവും ഇലയില്ലാത്ത അവസ്ഥയിൽ നിലനിൽക്കുന്നു കേട്ടോ. ഇവ അത് ഞാൻ പറഞ്ഞല്ലോ, മഴയില്ലാത്ത സ്ഥലമാണല്ലോ, മഴ കുറവായിട്ടുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ ഇവ വർഷത്തിൽ ഭൂരിഭാഗം സമയവും ഇലയില്ലാത്ത അവസ്ഥയിൽ കാണപ്പെടുന്നു. മഴയില്ലെങ്കിൽ എങ്ങനെയാണ് ഇല വരുന്നത്? മഴയുണ്ടെങ്കിൽ ഇലയും കാര്യങ്ങളുമൊക്കെ നമ്മൾ പച്ചപ്പും ഹരിതാപവും ഒക്കെ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ 50 സെൻറ്റിമീറ്റർ താഴെ മഴ ലഭിക്കുന്നുള്ളൂ ഈ പ്രദേശം. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം സമയവും ഇലയില്ലാത്ത അവസ്ഥയിൽ കാണപ്പെടുന്നു, നിലനിൽക്കുന്നു. അവിടെ വളരുന്ന പ്രധാനപ്പെട്ട സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കാട്ട് ഈന്തപ്പന, വേപ്പ്, പ്ലാവ്, 2 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന തസോക്കി എന്നാണ് പറയുന്നത്, തസോക്കി പുല്ല് എന്നിവ ഇവിടെ വളരുന്ന സസ്യങ്ങളാണ് കേട്ടോ. അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാം ഉഷ്ണമേഖല മുൾക്കാടുകളിൽ വളരുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഏതൊക്കെയാണ്? കാട്ട് ഈന്തപ്പന നമുക്കറിയാം, മരുഭൂമിയിലൊക്കെ ഈന്തപ്പനയൊക്കെ കാണുന്നതാണല്ലോ, നമ്മുടെ വെളിനാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്നതാണല്ലോ. അപ്പം മരുഭൂമി കണക്ട് ചെയ്ത് ഈന്തപ്പന ഓർത്ത് വെക്കാമല്ലോ. വേപ്പ്, പ്ലാവ്, 2 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന തസോക്കി പുല്ല് എന്നിവ ഇവിടെ വളരുന്ന സസ്യങ്ങളാണ്. നമുക്കൊന്നുകൂടെ പഠിക്കാം. ഉഷ്ണമേഖല മുൾക്കാടുകൾ എന്താണ്? ഉഷ്ണമേഖല മുൾക്കാടുകൾ അഥവാ ട്രോപ്പിക്കൽ ത്രോൺ ഫോറസ്റ്റ് എന്താണ് അതിൻ്റെ പ്രത്യേകത? 50 സെൻറ്റിമീറ്ററിൽ താഴെ മഴ ലഭിക്കുന്ന പ്രദേശത്ത് വളരുന്നു. നമ്മൾ പറഞ്ഞ മഴ ഏറ്റവും കുറവുള്ള പ്രദേശമാണ്. അതുപോലെ തന്നെ ഇവിടെ വ്യത്യസ്ത ഇനം പുല്ലുകളും കുറ്റിച്ചെടികളും കാണപ്പെടുന്നു. തെക്ക് പടിഞ്ഞാറൻ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ഇവ വ്യാപിച്ചിരിക്കുന്നു. ഇവ വർഷത്തിൽ ഭൂരിഭാഗം സമയവും ഇലയില്ലാത്ത അവസ്ഥയിൽ നിലനിൽക്കുന്നു. പിന്നെ ഇവിടെ കാട്ട് ഈന്തപ്പന, വേപ്പ്, പ്ലാവ്, 2 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന തസോക്കി പുല്ല് എന്നിവ ഇവിടെ വളരുന്ന സസ്യങ്ങളാണ്. ക്ലിയർ ആണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ. ഇനി നമുക്ക് അടുത്ത പോവാം. അടുത്ത എന്താണ്? പർവ്വതങ്ങളാണ്. മൗണ്ടെയിൻ ഫോറസ്റ്റ്. പർവ്വതവനങ്ങളാണ് മൗണ്ടെയിൻ ഫോറസ്റ്റ്. ഉയരത്തിനനുസൃതമായ താപനിലയിൽ വ്യത്യാസമുണ്ടാക്കുന്ന പർവ്വത പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന തരം വനങ്ങളാണ്. ഉയരത്തിനനുസൃതമായ താപനിലയിൽ വ്യത്യാസമുണ്ടാക്കുന്ന പർവ്വത പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന തരം വനങ്ങളാണ് കേട്ടോ. നമുക്കറിയാം ഉയരം കൂടുന്നൊരു നമ്മുടെ താപനിലയിലും കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വരുമല്ലോ. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉയരത്തിനനുസരിച്ച് താപനിലയിൽ വ്യത്യാസമുണ്ടാക്കുന്ന പർവ്വത പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വനങ്ങളാണ് കേട്ടോ മൗണ്ടെയിൻ ഫോറസ്റ്റ്. നമുക്ക് ഊഹിക്കാമല്ലോ പർവ്വത വനം. ഇവ ഉത്തരപർവ്വത വനങ്ങളെയും ദക്ഷിണ പർവ്വത വനങ്ങളെയും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഇവ ഉത്തരപർവ്വത വനങ്ങളെയും ദക്ഷിണ പർവ്വത വനങ്ങളെയും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന മരങ്ങൾ ഓക്ക് ചെസ്റ്റ്നട്ട് കേട്ടോ. അപ്പോൾ ഇത് ബന്ധപ്പെട്ട് 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന മരങ്ങൾ ഏതൊക്കെയാണ്? ഓക്ക് ചെസ്റ്റ്നട്ട് കേട്ടോ, ഓക്ക് ചെസ്റ്റ്നട്ട്. അതുപോലെ തന്നെ 1500 മുതൽ 1750 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന ഏതാണ്? പൈന്, ദേവദാരു. ഈ പൈൻ ഫോറസ്റ്റ് ഒക്കെ നമ്മൾ കൊടൈക്കനാലും ഒക്കെ കണ്ടിട്ടില്ലേ, അതാണ്. അപ്പം അത് വെച്ച് കണക്ട് ചെയ്തോണം. അപ്പോൾ അതിൻ്റെ മീറ്റർ എത്രയാണ്? 1500 മുതൽ 1750 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന മരങ്ങൾ ഏതൊക്കെയാണ്? പൈന്, ദേവദാരു കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ 2225 മീറ്റർ മുതൽ 3048 മീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്നവ ഏതാണ്? സ്പ്രൂസ് മരമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സ്പ്രൂസ് എന്ന് പറഞ്ഞൊരു മരമാണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ആ മരത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്പ്രൂസ് എന്ന് പറഞ്ഞ മരമാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നുകൂടെ പഠിക്കാം. പർവ്വത ഫോറസ്റ്റ് അഥവാ മൗണ്ടെയിൻ ഫോറസ്റ്റ്. ഉയരത്തിനനുസൃതമായ താപനിലയിൽ വ്യത്യാസമുണ്ടാക്കുന്ന പർവ്വത പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന തരം വനങ്ങളാണ് പർവ്വത വനം എന്ന് പറയുന്നത്. ഇവ ഉത്തരപർവ്വത വനങ്ങളെയും ദക്ഷിണ പർവ്വത വനങ്ങളെയും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഇനി പർവ്വത പ്രദേശത്ത് വളരുന്ന മരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന മരങ്ങൾ ഏതൊക്കെയാണ്? ഓക്ക് ചെസ്റ്റ്നട്ട്. 1500 മുതൽ 1750 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന ഇതാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന പൈൻ, ദേവദാരു മരങ്ങളാണ്. അതുകൂടാതെ തന്നെ 2225 മുതൽ 3048 ഉയരത്തിൽ കാണപ്പെടുന്ന മരം ഏതാണ്? സ്പ്രൂസ് കേട്ടോ. ക്ലിയർ ആണ്? സ്പ്രൂസ് കേട്ടോ. അത് കൂടാതെ തന്നെ വേറൊരു ഇതുണ്ട്. 3000 മുതൽ 4000 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്നവ ഏതാണ്? സിൽവർ ഫീർ, ജുനൈപ്പർ, ബിർച്ച്, റോഡോഡെൻഡ്രോൺ കേട്ടോ. റോഡോഡെൻഡ്രോൺ കേട്ടോ. ഈ റോഡോഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ എവിടെയാണ് ഉത്തരാഖണ്ഡിലൊക്കെ കാണപ്പെടുന്ന ഒരു മരമാണ് റോഡോഡെൻഡ്രോൺ. ഇതിൻ്റെ
ഒരു പൂവൊക്കെ കഴിക്കുന്നതാണ്. വ്ളോഗുകളിലും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്, ട്രാവൽ വ്ളോഗുകളിലും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് 3000 മുതൽ 4000 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന മരങ്ങൾ ഏതൊക്കെയാണ്? സിൽവർ ഫിർ കേട്ടോ, സിൽവർ ഫിർ, ജുനൈപ്പർ, ബിർച്ച്, റോഡോഡെൻഡ്രോൺ കേട്ടോ. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത ഏതാണ്? സമുദ്രവനങ്ങൾ. പർവ്വതം കഴിഞ്ഞു ഇനി അടുത്ത് നമ്മൾ എങ്ങോട്ടാണ് പറയുന്നത്? സമുദ്രവനങ്ങൾ അഥവാ ചതുപ്പ് വനങ്ങൾ അഥവാ കണ്ടൽക്കാടുകൾ. സമുദ്രവനങ്ങൾ, ചതുപ്പ് വനങ്ങൾ, കണ്ടൽക്കാടുകൾ. ഇന്ത്യയിൽ പ്രധാനമായും കണ്ടൽക്കാടുകൾ വ്യാപിച്ചിരിക്കുന്നത് എവിടേക്കാണെന്ന് നോക്കാം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ. ശരിയാണ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, സുന്ദർബൻ, നമ്മുടെ പശ്ചിമ ബംഗാളിലെ സുന്ദർബന്, അതുപോലെ തന്നെ മഹാനദി, ഗോദാവരി, കൃഷ്ണ തുടങ്ങിയ നദികളുടെ ഡെൽറ്റകളിൽ. അപ്പോൾ പഠിച്ചു വെക്കണം, ഇന്ത്യയിൽ പ്രധാനമായും കണ്ടൽക്കാടുകൾ വ്യാപിച്ചിരിക്കുന്നത് എവിടേക്കാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ, പശ്ചിമ ബംഗാളിലെ സുന്ദർബനിൽ, പിന്നെ മഹാനദി, ഗോദാവരി, കൃഷ്ണ തുടങ്ങിയ നദികളുടെ ഡെൽറ്റകളിലും കണ്ടൽക്കാടുകൾ വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് നോക്കാം. ഉഷ്ണമേഖലാ നദീതീരങ്ങളിലോ കാണപ്പെടുന്ന വനങ്ങളാണ് കണ്ടൽക്കാടുകൾ. അപ്പോൾ പഠിച്ചു വെച്ചോണേ, ഉഷ്ണമേഖലാ നദീതീരങ്ങളിലോ കാണപ്പെടുന്ന വനങ്ങളാണ് കണ്ടൽക്കാടുകൾ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. കണ്ടൽക്കാടുകളിൽ വലിയൊരു ശതമാനം 5 ഡിഗ്രി ഉത്തര അക്ഷാംശത്തിനും 5 ഡിഗ്രി ദക്ഷിണ അക്ഷാംശത്തിനും ഇടയിൽ കാണപ്പെടുന്നു. അപ്പോൾ പഠിച്ചു വെച്ചോണേ, കണ്ടൽക്കാടുകളിൽ വലിയൊരു ശതമാനം 5 ഡിഗ്രി ഉത്തര അക്ഷാംശത്തിനും 5 ഡിഗ്രി ദക്ഷിണ അക്ഷാംശത്തിനും ഇടയിൽ കാണപ്പെടുന്നു. നമുക്കൊന്നുകൂടെ പറഞ്ഞു പോവാം. സമുദ്രതീര വനങ്ങൾ അഥവാ കണ്ടൽക്കാടുകൾ. ഇന്ത്യയിൽ പ്രധാനമായ കണ്ടൽക്കാടുകൾ വ്യാപിച്ചിരിക്കുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ, പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റയിൽ, അതുപോലെ തന്നെ മഹാനദി, ഗോദാവരി, കൃഷ്ണ തുടങ്ങിയ നദികളുടെ ഡെൽറ്റകളിലും കേട്ടോ. അതുപോലെ തന്നെ ഉഷ്ണമേഖലാ നദീതീരങ്ങളിലോ കാണപ്പെടുന്ന വനങ്ങളാണ് കണ്ടൽക്കാടുകൾ. ക്ലിയർ ആണ്. കണ്ടൽക്കാടുകളിൽ വലിയൊരു ശതമാനം 5 ഡിഗ്രി ഉത്തര അക്ഷാംശത്തിനും 5 ഡിഗ്രി ദക്ഷിണ അക്ഷാംശത്തിനും ഇടയിൽ കാണപ്പെടുന്നു. ക്ലിയർ ആണ് ഇത്രയും. ഇനി നമുക്ക് നോക്കാം. നമ്മൾ വനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ വനങ്ങൾ തരംതിരിച്ചത് നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചത്. ഇനി കാലാവസ്ഥയുടെയും ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ വനങ്ങളെ തരംതിരിച്ചിരിക്കുന്നത് കേട്ടോ. കാലാവസ്ഥയുടെയും ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതോടൊന്ന് നോക്കണം. നമ്മുടെ സിലബസിൽ അത് തന്നിട്ടുണ്ട്, സ്പെഷ്യൽ ടോപ്പിക്സ്. അപ്പോൾ അതോടൊന്ന് ജസ്റ്റ് നമുക്ക് പഠിച്ചങ്ങ് പോവാം. ഈർപ്പമുള്ള ഉഷ്ണമേഖലാ വനം അഥവാ ആദ്യത്തേത് ഈർപ്പമുള്ള ഉഷ്ണമേഖലാ വനം അഥവാ മോയിസ്റ്റ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ്. ഈർപ്പമുള്ള ഉഷ്ണമേഖലാ വനം. ഒരു വർഷം ലഭിക്കുന്ന ശരാശരി മഴയുടെ അളവ് എത്രയാണ്? 200 സെൻറ്റിമീറ്റർ മുതൽ 250 സെൻറ്റിമീറ്റർ വരെയാണ്. അപ്പോൾ നല്ല രീതിയിൽ മഴ ലഭിക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഈർപ്പമുള്ള ഉഷ്ണമേഖല വനം, മോയിസ്റ്റ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഒരു വർഷം ലഭിക്കുന്ന ശരാശരി മഴയുടെ അളവ് എത്രയാണ്? 200 സെൻറ്റിമീറ്റർ മുതൽ 250 സെൻറ്റിമീറ്റർ വരെ കേട്ടോ. ആ ഒരു ഈർപ്പമുള്ള ഉഷ്ണമേഖല വനത്തിലെ ഒരു വർഷത്തെ ശരാശരി താപനില എത്രയാണ്? 24 ഡിഗ്രി സെൽഷ്യസ് മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് വരെ. ഈ പ്രദേശത്തെ ആർദ്രതയുടെ അളവ് എത്രയാണ്? 80%. ആർദ്രതയുടെ അളവ് എത്രയാണ്? 80%. ഇവ നിത്യഹരിത വനങ്ങളായും അർദ്ധനിത്യഹരിത വനങ്ങളായും കാണപ്പെടുന്നു കേട്ടോ. ഇവ നിത്യഹരിത വനങ്ങളായും അർദ്ധനിത്യ വനങ്ങളായും കാണപ്പെടുന്നുണ്ട്. അത് അടുത്ത് നോക്കാം. ഈർപ്പമുള്ള ഉഷ്ണമേഖലാ വനങ്ങൾ പൊതുവെ കാണപ്പെടുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ, അപ്പർ ആസാം, കിഴക്കൻ ഹിമാലയത്തിൻ്റെ താഴ്വരകൾ, ഒറീസ തീരം കേട്ടോ. അപ്പം ഒന്ന് പഠിച്ചു പോണേ. അപ്പോൾ എവിടേക്കാണ് നമ്മുടെ ഈ ഈർപ്പമുള്ള ഉഷ്ണമേഖലാ വനം കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ കാണപ്പെടുന്നത്? എവിടേക്കാണ്? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരം, അപ്പർ ആസാം, കിഴക്കൻ ഹിമാലയത്തിൻ്റെ താഴ്ന്ന ചരിവുകൾ, ഒറീസ തീരം കേട്ടോ. ഒറീസ തീരം. ക്ലിയർ ആണ്. ഇവിടെ കാണപ്പെടുന്ന സസ്യജാലങ്ങളൊന്ന് പഠിച്ചു വെക്കണം. മുളകൾ, എപ്പിഫൈറ്റുകൾ, അയണി, റോസ്വുഡ്, ഇന്ത്യൻ ചെസ്നട്ട് കേട്ടോ. അപ്പോൾ മുളകൾ, എപ്പിഫൈറ്റുകൾ, അയണി, റോസ്വുഡ്, ഇന്ത്യൻ ചെസ്നട്ടൊക്കെ ഈർപ്പമുള്ള ഉഷ്ണമേഖലാ വനത്തിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങളാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. ഈർപ്പമുള്ള മേഖലാ വനം എന്താണ്? മോയിസ്റ്റ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ്. കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ടുള്ളവയാണ്. അവിടെ എന്താണ്? ഒരു വർഷം ലഭിക്കുന്ന ശരാശരി മഴയുടെ അളവ് എത്രയാണ്? 200 സെൻറ്റിമീറ്റർ മുതൽ 250 സെൻറ്റിമീറ്റർ വരെ. ഒരു വർഷത്തെ ശരാശരി താപനില എത്രയാണ്? 24 ഡിഗ്രി സെൽഷ്യസ് മുതൽ 27 ഡിഗ്രി വരെയാണ്. ആർദ്രതയുടെ അളവ് എത്രയാണ്? ഈ പ്രദേശത്തെ 80%. ഇവ നിത്യഹരിത വനങ്ങളായും അർദ്ധനിത്യഹരിത വനങ്ങളായും കാണപ്പെടുന്നു കേട്ടോ. പിന്നെ ഈർപ്പമുള്ള ഉഷ്ണമേഖല വനങ്ങൾ കാണപ്പെടുന്ന എവിടേക്കാണ്? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരം, അപ്പർ ആസാം, കിഴക്കൻ ഹിമാലയത്തിന് താഴ്ന്ന ചരിവുകൾ, ഒറീസ തീരങ്ങൾ. കാണപ്പെടുന്ന സസ്യജാലങ്ങൾ ഏതൊക്കെയാണ്? മുളകൾ, എപ്പിഫൈറ്റുകൾ, അയണി, റോസ്വുഡ്, ഇന്ത്യൻ ചെസ്നട്ട് കേട്ടോ. ക്ലിയർ ആണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. വരണ്ട ഉഷ്ണവനം അതെവിടാന്ന് നോക്കാം. ഇവ പ്രധാനമായി കാണപ്പെടുന്നത് ഇന്ത്യയുടെ വടക്കൻ പർവ്വത പ്രദേശങ്ങളിലെ ചില ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമാണ്. അപ്പോൾ വരണ്ട ഉഷ്ണവനം എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? ഉഷ്ണാല വനം എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? ഇവ പ്രധാനമായും കാണപ്പെടുന്നത് ഇന്ത്യയുടെ വടക്കൻ പർവ്വത പ്രദേശങ്ങളിലും ചില
ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലുമാണ്. ശരാശരി വാർഷിക മഴ എത്രയാണ്? 51 സെൻറ്റിമീറ്റർ മുതൽ 151 സെൻറ്റിമീറ്റർ വരെ. ഈ പ്രദേശത്തെ മരങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് അതൊന്ന് പഠിച്ചു നോക്കണം. ശൈത്യകാലത്ത് ഇല പൊഴിയുന്നു. ശൈത്യകാലത്തിന് ശേഷം പുതിയ ഇലകൾ ഉണ്ടാകുന്നു. മഴക്കാലത്ത് ഇവിടുത്തെ വൃക്ഷങ്ങളുടെ ഇലകൾ പൂർണ്ണമായും പച്ചനിറം കൈവരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രദേശത്തെ മരങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ശൈത്യകാലത്ത് ഇല പൊഴിക്കുന്നു. ശൈത്യകാലത്തിന് ശേഷം പുതിയ ഇലകൾ ഉണ്ടാകുന്നു. മഴക്കാലത്ത് ഇവിടുത്തെ വൃക്ഷങ്ങളുടെ ഇലകൾ പൂർണ്ണമായും പച്ചനിറം കൈവരിക്കുന്നു. പ്രധാന മരങ്ങൾ ഏതൊക്കെയാണ്? സാൽമരം, മാവ്, മുള, അക്വേഷ്യ കേട്ടോ. സാൽമരം, മാവ്, മുള, അക്വേഷ്യ. ഞാൻ ഒന്നുകൂടെ പറയാം. വരണ്ട ഉഷ്ണകാല വനമേത അവരുടെ പ്രത്യേകത എന്താണ്? ഇവ പ്രധാനമായി കാണപ്പെടുന്നത് ഇന്ത്യയുടെ വടക്കൻ പർവ്വത പ്രദേശങ്ങളും ചില ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലുമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ശരാശരി വാർഷിക മഴ 51 സെൻറ്റിമീറ്റർ മുതൽ 151 സെൻറ്റിമീറ്റർ വരെ. ഈ പ്രദേശത്തെ മരങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ശൈത്യകാലത്ത് ഇല പൊഴിക്കുന്നു. ശൈത്യകാലത്തിന് ശേഷം പുതിയ ഇലകൾ ഉണ്ടാകുന്നു. മഴക്കാലത്ത് ഇവിടുത്തെ വൃക്ഷങ്ങളുടെ ഇലകൾ പൂർണ്ണമായും പച്ചനിറം കൈവരിക്കുന്നു. പ്രധാന മരങ്ങൾ ഏതൊക്കെയാണ്? സാൽമരം, മാവ്, മുള, അക്വേഷ്യ കേട്ടോ. അക്വേഷ്യ ക്ലിയർ ആണ്. അടുത്തത് പർവ്വത മിതശീതോഷ്ണ വനങ്ങൾ. പർവ്വത ശീതോഷ്ണ വനങ്ങൾ കേട്ടോ. മൗണ്ടെയിൻ ടെമ്പറേറ്റ് ഫോറസ്റ്റ്. പർവ്വത ശീതോഷ്ണ വനങ്ങൾ കേട്ടോ. അപ്പോൾ ഇവ കാണപ്പെടുന്ന എവിടെയൊക്കെയാണ്? വടക്കൻ മധ്യ ഹിമാലയൻ മലനിരകളിലും നീലഗിരി പർവ്വതനിരകളുടെ തെക്കൻ ചരിവുകളിലും. അപ്പോൾ പർവ്വത ശീതോഷ്ണ വനങ്ങൾ അഥവാ മൗണ്ടെയിൻ ടെമ്പറേറ്റ് ഫോറസ്റ്റ് എവിടേക്കാണ് കാണപ്പെടുന്നത്? വടക്കൻ ഹിമാലയൻ മലനിരകളിലും നീലഗിരി പർവ്വതനിരകളുടെ തെക്കൻ ചരിവുകളിലുമാണ് ഇവ കാണപ്പെടുന്നത് കേട്ടോ. ഇവ ഉത്തര പർവ്വത നിരയിൽ നിന്ന് 1801 മീറ്റർ മുതൽ 300 മീറ്റർ വരെ 3000 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്നു. ഇവ ഉത്തര പർവ്വത നിരയിൽ 1801 മീറ്റർ മുതൽ 3000 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്നു. ശരാശരി വാർഷിക മഴയുടെ അളവ് എത്രയാണ്? 201 സെൻറ്റിമീറ്റർ ആണ്. ഇവിടുത്തെ പ്രധാന മരങ്ങൾ ഏതൊക്കെയാണ്? ഫോൺ മരം, ഓക്ക്, മേപ്പിൾ, ഡിയോഡാർ, ചിൽഗോസ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പ്രധാന മരങ്ങൾ ഏതൊക്കെയാണ്? ഫോൺ മരം, ഓക്ക്, മേപ്പിൾ, ഡിയോഡാർ, ചിൽഗോസയാണ് പ്രധാന മരങ്ങളായിട്ട് വരുന്നത്. അടുത്തത് പർവ്വത ഉപേക്ഷണ വനങ്ങൾ. മൗണ്ടെയിൻ സബ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്ന് നോക്കാം. പർവ്വത ഉപേക്ഷണ വനങ്ങൾ കാണപ്പെടുന്നത് ആസാം. ഇത്തരം വനങ്ങൾ കാണപ്പെടുന്ന ആസാം, നാഗാലാൻഡ്, ഇത്തരം എന്നാണ് ഉദ്ദേശിച്ചത്. ഇത്തരം വനങ്ങൾ കാണപ്പെടുന്ന ആസാം, നാഗാലാൻഡ്, മേഘാലയ, മിസോറാം, മണിപ്പൂർ, അരുണാചൽ പ്രദേശ്, പശ്ചിമാട്ടത്തിലാണ് പർവ്വത ഉപേക്ഷണ വനങ്ങൾ കാണപ്പെടുന്നത്. ഇവിടുത്തെ സസ്യജാലങ്ങൾ സിനമൽ, കറുവപ്പട്ട, റോഡോഡെൻഡ്രോൺ, സാൽമരം, ഒലീവ്, കൊന്ന കേട്ടോ. ലാബ്രോണം കൊന്നയാണ്. അപ്പം പഠിച്ചു വെക്കണം. പർവ്വത ഉപേക്ഷണ വനങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? ആസാം, നാഗാലാൻഡ്, മേഘാലയ, മിസോറാം, മണിപ്പൂർ, അരുണാചൽ പ്രദേശ്, പശ്ചിമഘട്ടം. ഇവിടുത്തെ സസ്യജാലങ്ങൾ ഏതാണ്? സിനമൺ അഥവാ കറുവപ്പട്ട, റോഡോഡെൻഡ്രോൺ, സാൽമരം, ഒലീവ്, കൊന്ന കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് വരുന്നത്. പിന്നെ ആൽപൈൻ വനങ്ങൾ അതുകൂടെ നമുക്ക് പഠിക്കാനുണ്ട്. കാലാവസ്ഥയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആൽപൈൻ ഫോറസ്റ്റ് 3000 മീറ്ററിലധികം ഉയരത്തിൽ കാണപ്പെടുന്ന വനങ്ങളാണ് ആൽപൈൻ വനങ്ങൾ എന്ന് പറയുന്നത്. ആൽപൈൻ വനങ്ങളുടെ പ്രത്യേകത എന്താണ്? 3000 മീറ്ററിനധികം ഉയരത്തിൽ കാണപ്പെടുന്ന വനങ്ങളാണ് ആൽപൈൻ വനങ്ങൾ. ഇവ ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ മഞ്ഞു മൂടിയ ഭാഗത്തിന് തൊട്ട് താഴെ കാണപ്പെടുന്നു. ഇവ കാണപ്പെടുന്നത് ഹിമാലയൻ മലനിരകളിലും ട്രാൻസ് ഹിമാലയൻ ശീത മരുഭൂമികളിലുമാണ്. അപ്പോൾ ഇവ കാണപ്പെടുന്നത് എവിടെയാണ്? ഹിമാലയൻ മലനിരകളിലും ട്രാൻസ് ഹിമാലയത്തിലെ ശീത മരുഭൂമികളിലുമാണ് ആൽപൈൻ വനങ്ങൾ കാണപ്പെടുന്നത്. ഇവിടുത്തെ ആൽപൈൻ പുൽമേടുകൾ 1.5 മീറ്ററിൽ കൂടുതൽ ഉയരത്തിൽ വളരാറില്ല. അപ്പോൾ ഇവിടുത്തെ ആൽപൈൻ പുൽമേടുകൾ 1.5 മീറ്ററിൽ കൂടുതൽ ഉയരത്തിൽ വളരാറില്ല. ഈ പ്രദേശത്ത് ഏകദേശം 5 മാസത്തോളം മഞ്ഞു മൂടിയ അവസ്ഥയിലായിരിക്കും കേട്ടോ. ഈ പ്രദേശത്ത് ഏകദേശം 5 മാസത്തോളം മഞ്ഞു മൂടിയ അവസ്ഥയിലായിരിക്കും. ഹണിസക്കിൾ ചെടി, വില്ലോ മരം എന്നിവ ഇവിടുത്തെ പ്രധാന സസ്യജാലങ്ങളാണ്. എന്താണ് പ്രധാന സസ്യജാലങ്ങൾ? ഹണിസക്കിൾ ചെടി, വില്ലോ മരം എന്നിവ ഇവിടുത്തെ പ്രധാന സസ്യജാലങ്ങളാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. ആൽപൈൻ വനങ്ങൾ 3000 മീറ്ററിലധികം ഉയരത്തിൽ കാണപ്പെടുന്ന വനങ്ങളാണ്. ഇവ ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ മഞ്ഞു മൂടിയ ഭാഗത്തിന് തൊട്ടു താഴെ കാണപ്പെടുന്നു. ഇവ കാണപ്പെടുന്നത് എവിടേക്കാണ്? ഹിമാലയ മലനിരകളിലും ട്രാൻസ് ഹിമാലയത്തിലെ ശീത മരുഭൂമികളിലും കാണപ്പെടുന്നു. ഇവിടുത്തെ ആൽപൈൻ പുൽമേടുകൾ 1.5 മീറ്ററിൽ കൂടുതൽ ഉയരത്തിൽ വളരാറില്ല. ഈ പ്രദേശത്ത് ഏകദേശം 5 മാസത്തോളം മഞ്ഞു മൂടിയ അവസ്ഥയിലായിരിക്കും. ഹണിസക്കിൾ ചെടി, വില്ലോ മരം എന്നിവ ഇവിടുത്തെ പ്രധാന സസ്യജാലങ്ങളാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഇന്ത്യൻ വനങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ വനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂപ്രകൃതി വനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തരംതിരിച്ച് അത് ഏതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചു. അതുകൂടാതെ തന്നെ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ വനത്തെ തരംതിരിച്ചത് നമ്മൾ അവസാനമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ഉറപ്പായിട്ട് സ്പെഷ്യൽ ടോപ്പിക്സിനുള്ള മാർക്ക് കിട്ടും. 20 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്സ്, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇനി വരുന്ന ഓരോ ക്ലാസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലെ വനങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പഠിച്ചത് ഇന്ത്യയിലെ വനങ്ങളാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലെ വനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്കിത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. എങ്ങനെയാണ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് കൂടെ ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്തെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കൂട്ടുകാർക്കൂടൊന്ന് റെക്കമെൻഡേഷൻ ചെയ്യത്തുള്ളൂ, നമ്മുടെ വീഡിയോ ഒന്ന് റീച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു സപ്പോർട്ടായിരിക്കും വീഡിയോ ഹൈപ്പ് ചെയ്യുന്നത്. മാക്സിമം എല്ലാവരും ഒന്ന് വീഡിയോ ഹൈപ്പ് ചെയ്യാൻ ഒന്ന് പരിഗണിക്കണേ. അതുപോലെ തന്നെ പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. അപ്പം ഇതിൻ്റെ നോട്ടും കാര്യങ്ങളും എല്ലാം ഞാൻ ടെലഗ്രാമിൽ ഇടുന്നതാണ്. അപ്പം മാക്സിമം നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.